നമസ്കാരം. യു.എസും ഇറാനും ഉടൻ തന്നെ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചേക്കുമെന്നും മുമ്പ് യു.എസ് മുൻകൂട്ടി നിശ്ചയിച്ച ഇറാനെതിരെയുള്ള ആക്രമണം ഇനി നടത്തില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി ഗ്ലോബൽ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്, പ്രത്യേകിച്ചും ഏഷ്യൻ മാർക്കറ്റുകൾ. കൊറിയൻ ഇൻഡെക്സ് 7%, കൊറിയൻ സ്മാൾ ക്യാപ് ഇൻഡെക്സ് 3.25% ഉയർന്നു. ജപ്പാൻ്റെ ഇൻഡെക്സ് 3.4% ഉയർന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 1.54% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഓയിലിൻ്റെ പ്രൈസിലും ഇടിവ് വന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് 4.2% ഇടിയുകയും $86 പെർ ബാരലിനടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ യു.എസും ഇറാനും ഒരു കരാറിൽ ഒപ്പുവയ്ക്കുമെന്നും, അതായത് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുമെന്നും, ഇറാൻ ഒരിക്കലും അണുവായുധം സൂക്ഷിക്കില്ല എന്നുമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയത്. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. S&P 1.75%, നാസ്ഡാക്ക് 2.54%, ഡോ ജോൺസ് 1.86%മാണ് ഉയർന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഹാപ്പിയസ്റ്റ് മൈൻഡ് ഒരു ഏജന്റിക് AI പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതുകൊണ്ട് ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. മെയ്തൻ അലോയ്സിൻ്റെ സബ്സിഡറി കമ്പനിയുമായി മെർജ് ചെയ്യുന്നതിന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെയ്തൻ അലോയ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇൻഫോസിസ് എന്ന കമ്പനി CMMI ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ഒരു AI മെച്യൂരിറ്റി ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഫോസിസിനെയും ശ്രദ്ധിക്കാം. ഗുജറാത്ത് ആൽക്കലീസ് ക്ലീൻ മാക്സ് സ്പിയർ എനർജിയുടെ 26% സ്റ്റേക്കുകൾ 32 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് ഗുജറാത്ത് ആൽക്കലീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ ആസ്ട്രൽ DSSൻ്റെ 60% സ്റ്റേക്കുകൾ 39 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്മാർട്ട് ബജാജ് ഇലക്ട്രോണിക്സ് എന്ന ബ്രാൻഡിന് കീഴിൽ ആന്ധ്രാപ്രദേശിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തു. NLC ഇന്ത്യ എന്ന കമ്പനിയിൽ ഗവൺമെൻറ് OFS കൊണ്ടുവരികയാണ്. NLCയുടെ 2.7% സ്റ്റേക്കുകൾ ഗവൺമെൻറ് OFS വഴി സെൽ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 69.47%ത്തിലേക്ക് കുറച്ചിട്ടുണ്ട്. അവന്തി ഫീഡ് നെതർലൻഡ് ബേസ്ഡ് സബ്സിഡറിയിൽ 4 ലക്ഷം യൂറോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവന്തി ഫീഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ GNG ഇലക്ട്രോണിക്സ്, KRN ഹീറ്റ് എക്സ്ചേഞ്ചർ തുടങ്ങിയ കമ്പനികളിൽ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. GNG ഇലക്ട്രോണിക്സിൽ പ്രൊമോട്ടർ 3.9% സ്റ്റേക്ക് സെൽ ചെയ്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് 74.4%ത്തിലേക്കാണ് കുറച്ചിരിക്കുന്നത്. Cient എന്ന കമ്പനിയുടെ ബൈബാക്ക് റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. 720 കോടി രൂപയുടെ ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ 17 ഡെക്കാൻ ഗോൾഡ് എന്ന കമ്പനി കിർഗിസ്ഥാൻ ഗോൾഡ് പ്രോജക്റ്റുമായി മുന്നേറുകയും ഉടൻ തന്നെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെക്കാൻ ഗോൾഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. മോട്ടിസൺ ജുവലേഴ്സ് എന്ന കമ്പനിയുടെ QIP അവസാനിച്ചിട്ടുണ്ട്. വേദാന്ത അയൺ ആൻഡ് ലിസ്റ്റിംഗ് എന്ന കമ്പനി ഒഫീഷ്യലി ജൂൺ 15 മുതൽ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകും. അതുകൊണ്ട് വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. KRN ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 1.52% സ്റ്റേക്കുകൾ സെൽ ചെയ്ത് കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 67%-ൽ നിന്നും 65%ത്തിലേക്ക് കുറച്ചിട്ടുണ്ട്.